ഹലോ. ഹെൽപ്പ് മീ ലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം, ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടത്. എങ്കിലും നിങ്ങൾ എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. നീ നിസ്സാരം ഒരു 100 വ്യൂസ് കിട്ടിയാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം റെഗുലർ ആയിട്ട് വീഡിയോ ഇടുന്ന ഒരാളല്ലല്ലോ ഞാൻ. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ബ്ലൂ കിട്ടി, ബ്ലൂ 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 ബ്ലൂ. ഇത് മൊത്തം അമേരിക്കയുടെ. ഇതിനകത്ത് ഇനി ഈ കോൺ പുട്ടുപൊടിയും കൂടെ ഉള്ളു. ചമ്മന്തിപ്പൊടിയും വരണം. ചമ്മന്തിപ്പൊടി അല്ല, മസാല, ഗരം മസാല. ഗരം മസാല ഇന്ന് ചെയ്യണം. എല്ലാം ഇൻ്റർനാഷണൽ പാക്കിങ്, ഇൻ്റർനാഷണൽ അയക്കാനുള്ള. ഇത് അമേരിക്കയ്ക്ക് അയക്കാനുള്ള. ഇനി വേറെ ഒരു അമേരിക്കയുടെ പാക്ക് ചെയ്യാനുണ്ട്, UK പാക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മള് ഒത്തിരി അങ്ങനെ ചെയ്തു വെക്കാറില്ല. കുറേശ്ശെ കുറേശ്ശെ ഓരോ ആഴ്ചത്തേക്ക് വേണ്ടിയുള്ളതാണ് ചെയ്യുന്നത്. അപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, പുട്ടുപൊടികൾ എല്ലാം ഈ ആഴ്ചത്തത് ചെയ്തു. അതിന്റെ ലേബൽ എല്ലാം ഒട്ടിക്കാറുണ്ട്. സ്റ്റിക്കർ ഒട്ടിയൊരു പരിപാടിയാണ് ദിവസാനും. ഒപ്പം പാക്കിങ്ങിന്റെ കാര്യങ്ങളും നടക്കുന്നു. അപ്പോ ഓരോ പ്രാവശ്യവും നമ്മള് മാർക്കറ്റിൽ വില കൂടും അങ്ങനെ കണക്കാക്കി കൂടുതൽ എടുത്ത് വെച്ചേക്കാറില്ല. ഏത് വിലയാണോ അതനുസരിച്ച് ഞാൻ എന്റെ ലിസ്റ്റ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് അവിയലാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത് എന്ത് അവിയലാണ്, കാരണം ഓതന്റിക് റെസിപ്പി ഒന്നും അല്ല കേട്ടോ. എന്റെ കയ്യിൽ എന്തൊക്കെ കഷ്ണങ്ങൾ കിട്ടുന്നോ അതെല്ലാം കൂടി ഇട്ടുള്ള ഒരു അവിയലാണ്. അതിനകത്ത് എല്ലാ കഷ്ണങ്ങളും കാണും. ഇത് കരിമീൻ. അതിൻ്റെ മുകളത്തെ ആ കറുപ്പൊക്കെ പോകാനായിട്ടേ കുറച്ച് വാളംപുളി വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് പിച്ചാത്തി വെച്ചൊന്ന് ഉരച്ചെടുത്താൽ മതി. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, അന്നേരം ഓർത്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. കണ്ടോ, നമ്മുടെ ഈ പിച്ചാത്തി ഇല്ലേ, ഇത് വെച്ച് ഇങ്ങനെ ഇളക്കി ഇങ്ങെടുത്താൽ മതി. കണ്ടോ, ഒരു 10 മിനിറ്റ് ഞാനിങ്ങനെ പുളിവെള്ളത്തിൽ ഇട്ടേക്കുമായിരുന്നേ, വാളം പുളി വെള്ളത്തിൽ. കണ്ടോ, ആ കറുപ്പ് മൊത്തം പോയി കിട്ടും. ഇത് ചെയ്തെടുക്കട്ടെ. ഞാൻ പൊതുവെ കരിമീൻ കറി വെച്ചിട്ടില്ല കേട്ടോ, ഫ്രൈ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പം ജോസൻ പറഞ്ഞു ഇല്ല കറി വെക്ക്, നല്ല ടേസ്റ്റ് ആണ്, മുളകരച്ച് കറി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുവാണ് കേട്ടോ. ഞാൻ ഇതുവരെയും കരിമീൻ അങ്ങനെ കറി വെച്ചിട്ടില്ല. പൊതുവെ കേട്ടിട്ടുള്ളതും കരിമീൻ പൊള്ളിച്ചത്, കരിമീൻ ഫ്രൈ ഇങ്ങനെയൊക്കെയാണല്ലോ. ജോസാന്റെ ഒറ്റ നിർബന്ധപ്രകാരമാണ് കറി വെച്ചത് കേട്ടോ. സാധാരണ കറി വെക്കുന്നത് പോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. നമ്മുടെ സാധാ മുളകിട്ട കറി എങ്ങനെയാ വെക്കുന്നത് അതുപോലെ തന്നെ. അപ്പൊ കണ്ടല്ലോ എത്രത്തോളം അത് ക്ലീൻ ആയെന്ന്. ചിലര് പറയും കരിമീൻ അതിന്റെ മുകളിലത്തെ കറുപ്പില്ലാതെ എന്ത് കരിമീനാണ്. ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടതാണ് കേട്ടോ, ഈ ക്ലീൻ ചെയ്യുന്നത് പുളിവെള്ളത്തിൽ ഇട്ടാൽ മതിയെന്ന്. അപ്പൊ അതിനകത്ത് കുറെ പേര് കമന്റ് ഇട്ടത് കണ്ട് ഞാൻ കുറെ ചിരിച്ചായിരുന്നു. എന്തോന്ന് കരിമീൻ ഇത്, കറുപ്പില്ലാതെ എന്താണ് കറുത്ത കളർ ഇല്ലാത്ത മീൻ കരിമീനോ, ഇത് വെളുമീനാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അത് പോകുന്നതാണ് നല്ലതെന്ന് തോന്നിയോണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. നമ്മുടെ സാധാ കറി വെക്കുന്ന കണക്ക് തന്നെ കുടംപുളി ഒക്കെ ഇട്ട് കറി വെച്ചതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. അവസാനം ചോദിക്കുമായിരുന്നു, നിനക്ക് ഭയങ്കര സംശയമായിരുന്നല്ലോ കറി കൊള്ളാമോ ഇല്ലയോ, ഇതിപ്പോ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ലാത്ത ചില മീനൊക്കെ ഇടയ്ക്ക് ദിവസം മേടിച്ചോണ്ട് വരും കേട്ടോ. എന്നിട്ട് അങ്ങനെ വെക്ക് ഇങ്ങനെ വെക്ക് തേങ്ങ വറുത്തരച്ച് വെക്കെന്നൊക്കെ പറയും. ഇത് നല്ലതായിരുന്നു. പെണ്ണെ പെണ്ണെ ശങ്കരിയെ, ശങ്കരി, അയ്യോ ഇങ്ങോട്ട് നോക്കടി. ശങ്കരോ, ശങ്കരോ, നീ ശങ്കരനാണോ? ആണോ? അയ്യോ, ആ പെണ്ണ് കൊണ്ടടാ എന്നെ കാണല്ലേന്നും പറഞ്ഞു പോയി ഒളിഞ്ഞു കിടക്കുന്നു. ഇങ്ങോട്ട് നോക്കടി ശങ്കരി. ഡി മോൻ ഇവിടെ കഴിഞ്ഞു. ആ ഒങ്ങിക്കോ. അയ്യോ, അള്ളു വന്നൂടാ എന്നെ. ഇവിടെ നീ എന്നെ അള്ളു വന്നു? അള്ളല്ലേ കേട്ടോ, പറഞ്ഞേക്കാം. എന്തുവാടാ, എന്തുവാ? ഓടാ, നീ എന്നെ അള്ളും, അതാണ് പ്രശ്നം. അപ്പൊ എന്നും പറയുന്നത് പോലെ ഇത് ഒരു ദിവസത്തെ വീഡിയോ അല്ല, പല ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഇവരെ ഒരു ദിവസം കണ്ടില്ലെന്നുണ്ടെ ഭയങ്കര വിഷമമാണ് കേട്ടോ. അതുകൊണ്ട് രാവിലെ ഞാൻ കതവ് തുറന്ന് ഇത്തിരി പാത്രമൊക്കെ ഒന്ന് എടുക്കും. അന്നേരം ഇവര് എവിടെ ഉണ്ടെങ്കിലും ഓടി വരും. പിന്നെ ഇത് വീഡിയോയിൽ ഇവരെ ഉൾപ്പെടുത്തുന്നത് പ്രത്യേകം എനിക്ക് മെസ്സേജ് വരാറുണ്ട്. അവരുടെ മക്കളുമാര് ഇതുവരെ കാണാൻ വേണ്ടി വീഡിയോ കാണാറുണ്ട്. ബെൻസി ആന്റിയുടെ വീഡിയോ വന്നോ, പൂച്ചക്കുട്ടന്മാര് വന്നോ എന്നൊക്കെ നോക്കിയിരിക്കും. ബെൻസി എന്നും ഉൾപ്പെടുത്തണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എല്ലാരെയും
നമ്മൾ അംഗീകരിക്കണമല്ലോ, കുഞ്ഞുങ്ങളായാലും വലിയവരായാലും. അപ്പൊ ഇവരിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പൊ ഒരു ദിവസം തന്നെ തേങ്ങായും വറുത്തു ചമ്മന്തിപ്പൊടിയും ഉണ്ടാക്കണമായിരുന്നു. കാരണം ഓർഡർ അനുസരിച്ച് ഇപ്പൊ ഡെയിലി നമുക്ക് ഇത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. ആരെങ്കിലും ചോദിച്ചിട്ട് ഞാൻ സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞെന്നുണ്ടെങ്കിൽ അവര് ശ്രദ്ധിച്ചോണേ. ഇപ്പൊ നമ്മുടെ ഈ തേങ്ങ വറുത്തതും ചമ്മന്തിപ്പൊടിയും സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിടുന്നവരുണ്ട് കേട്ടോ. ചിലർ ഒരു മാസം മുമ്പേ പേയ്മെന്റ് ചെയ്തിടും. അപ്പൊ അവർക്ക് എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും നമ്മളത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഓൾറെഡി നമ്മളെ വിശ്വസിച്ച് പൈസ തന്നിട്ടവരാണല്ലോ. അപ്പം ചമ്മന്തിപ്പൊടി ഇത് തേങ്ങ വറുത്തതാണ്. തേങ്ങ വറുത്തത് കണ്ടിട്ട് എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ബിൻസി എങ്ങനെയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്? മെഷീനിൽ ചെയ്തെടുക്കുന്നത് പോലെ എല്ലാം ഒരേ പരുവത്തിനാണ് വറന്ന് കിട്ടുന്നത്? ഇത്രയും നല്ല കളറോടെ കരിയാതെ എങ്ങനെ കിട്ടുന്നു എന്ന് ഒക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. പക്ഷെ അതിന്റെ പുറകിൽ ഒത്തിരി മെനക്കേടും ഉണ്ട്. ഇല്ല എന്നല്ല, നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് ചമ്മന്തിപ്പൊടിയാണ്. ചമ്മന്തിപ്പൊടി കുറച്ച് കൂടുതലാണ് എപ്പോഴും ചെയ്യുന്നത്. ഒരു 40 തേങ്ങയുടെ വെച്ചാണ് എപ്പോഴും ചെയ്യുന്നത് കേട്ടോ. 40 തേങ്ങയുടെ എന്ന് പറഞ്ഞാൽ ഒരു 3-4 ദിവസം അതിന് മുമ്പ് അത് തീരും. പിന്നെ വീണ്ടും അടുത്ത ബാച്ച് ചെയ്യണം. രണ്ടെണ്ണമൊക്കെ ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ ഇടയ്ക്കൊരു ചേച്ചിയെ ഹെൽപ്പിന് വിളിക്കാറുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഹെൽപ്പിന്. കാരണം തേങ്ങ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുന്ന സമയം കൊണ്ട് ഇവിടെ ചേച്ചി കുറച്ച് ഇളക്കും. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചക്ക വരട്ടാൻ ആളുണ്ടെങ്കിൽ പോലും മുക്കാലും ഞാനായിരിക്കും ഇളക്കുന്നത്. കാൽഭാഗം അവർക്ക് കൊടുക്കാറില്ല. ഇപ്പൊ വരുന്ന ചേച്ചി എന്ന് പറയുന്നത് ഒരു പാവം ചേച്ചിയാണ് കേട്ടോ. അത് ജീവിക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ വരുന്നത്. അവരുടെ ഹെൽത്ത് കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്. അപ്പോ എത്രയും എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുമോ അത്രയും ഞാനും സഹായിക്കാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് ഇതൊക്കെ പൊടിക്കുന്നത് കേട്ടോ. അന്ന് തന്നെ നമുക്ക് തേങ്ങാ ചമ്മന്തിപ്പൊടി പൊടിക്കാൻ പറ്റില്ല. തണുത്ത ശേഷം പിറ്റേന്നാണ് പൊടിക്കുന്നത്. വറുത്ത തേങ്ങയാണെങ്കിലും പിറ്റേന്നാണ് പാക്ക് ചെയ്യുന്നത് തണുത്ത ശേഷം. കണ്ടില്ലേ, ഒരേ രീതിയിൽ ഒരെണ്ണത്തിന്റെ വറവ് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. രാത്രിയാണ് ഗരം മസാല ചെയ്തത്. അപ്പോ ഇത് 2 ദിവസത്തെയാണ് കേട്ടോ, ഒരു ദിവസത്തെ അല്ല. ഒരു ദിവസം ചമ്മന്തിപ്പൊടി ചെയ്തു, ചമ്മന്തിപ്പൊടിയും തേങ്ങാ വറുത്തതും. അന്ന് തന്നെ പിന്നെ അടുത്തതൊന്നും ചെയ്യാനുള്ള സ്റ്റാമിന എനിക്കില്ല കേട്ടോ. അതുകൊണ്ട് പിറ്റേ ദിവസം രാത്രി പകലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയാണ് ഗരം മസാല ചെയ്യുന്നത്. ഗരം മസാല കുറച്ച് കൂടുതൽ ചെയ്തു വെക്കും. നിങ്ങളിൽ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഗരം മസാല ഒരു ഇത്തിരി തരിതരിപ്പോടെ ചെയ്യണേന്ന്. അതുകൊണ്ട് ഞാനതിപ്പം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. രാത്രിയായാലും പകലായാലും എനിക്ക് എന്റെ പാവം ശങ്കരൻ കൂട്ടിനുണ്ട്. അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. വെളുപ്പിന് 2 മണിയായാലും 3 മണിയായാലും ഞാൻ കേൾക്കുവാതെ അവൻ പോകത്തില്ല. രാത്രി ഇവിടെ കിടക്കത്തില്ല. അവന്റെ വീട് മേളത്തെ വീടാണ്. അവന്റെ വീടല്ല, അവനെ എന്റെ അമ്മ അവിടെ പ്രസവിച്ചിട്ടത് കൊണ്ട് അവന്റെ വീടായിട്ട് അവൻ കാണുന്നതായിരിക്കാം. ഞാൻ ആ കഥ അടച്ചു കഴിഞ്ഞാൽ അവൻ കേൾക്കും. അതുവരെ ഇവിടെ കൂട്ടിന് കാണും പാവം. പിന്നെ മീനച്ചാറിട്ടത് കണ്ടല്ലോ. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മീനിന്റെ കൺസിസ്റ്റൻസി ഇതാണ്. നല്ല കഷ്ണങ്ങളാണ് കേട്ടോ. എപ്പോഴും എൻ്റെ അടുത്ത് ചിലരൊക്കെ പുതിയതായിട്ട് ഓർഡർ തരുന്നവര് ചോദിക്കാറുണ്ട്, കറുത്ത ചൂരയാണോ വെള്ളച്ചൂരയാണോ? കേരയ്ക്ക് പൊതുവെ കറുപ്പ് കുറവാണ്, അതുകൊണ്ടാണ് അതിനെ കേരച്ചൂര എന്ന് പറയുന്നത്, സാധാ ചൂരയല്ല. എങ്കിലും ഇടയ്ക്ക് ഇത്തിരി കറുപ്പൊക്കെ വരാറുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ കട്ട് ചെയ്യുമ്പോഴായിരിക്കുമല്ലോ അതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് കളഞ്ഞിട്ട് ബാക്കിയായിരിക്കും അച്ചാറിടുന്നത്. അപ്പൊ പിന്നെ അടുത്ത പാക്കിങ്ങിന് നമ്മുടെ ചമ്മന്തിപ്പൊടിയൊക്കെ റെഡി ആയി കഴിഞ്ഞുള്ള പാക്കിംഗ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കില് സ്റ്റാറ്റസ് ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഫേസ്ബുക്കില് ഇങ്ങനെ ഒരു ഇതിട്ടായിരുന്നു, നമുക്ക് കസ്റ്റമേഴ്സ് പല സാധനങ്ങളും നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് മേടിച്ചയക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ അതൊക്കെ അയച്ചു കൊടുക്കാറുണ്ടെന്ന്. അങ്ങനെ അന്നത്തെ ആ കസ്റ്റമറിന് അയച്ചു കൊടുത്തായിരുന്നു തവികള്, ചെറിയ തവികള്, തോരനൊക്കെ ഇളക്കാൻ പരുവത്തിനുള്ള. അത് കണ്ടിട്ട് കാനഡയിലെ ഒരു കസ്റ്റമർ ഓർഡർ തന്നതാണ്. ഇത് നമ്മൾ ഇന്റർനാഷണൽ കൊറിയറിന് വേണ്ടിയല്ല, ഇവിടുന്ന് നാട്ടിലെ അഡ്രസ്സിലോട്ട് അയച്ചു കൊടുക്കും അവര് കയ്യിൽ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ കുറച്ച് തവികൾ അതുപോലുള്ള അയച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ മേടിച്ചയച്ചതാണ് കേട്ടോ. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ, നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും മേടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇതും കാനഡയ്ക്ക് പോകാനുള്ള നമ്മുടെ സോപ്പാണ്, കസ്തൂരി മഞ്ഞളാണ്. ധാരാളം സോപ്പുകൾ 25, 30, 50 സോപ്പ് വരെ കൊണ്ടുപോകുന്നവരുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അത്രയ്ക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടും, കാരണം മേടിച്ച് യൂസ് ചെയ്തിട്ട് പോലും അല്ല ഇവരൊന്നും മേടിക്കുന്നത്, നമ്മളിലുള്ള വിശ്വാസം കൊണ്ടാണ്. അപ്പൊ 100% വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ ഞാനും അത്ര ഉറപ്പ് പറയുന്നത്. ഇന്ന് വരെ നമ്മുടെ സോപ്പിന് ബാഡായിട്ടുള്ള ഒരു കമന്റും വന്നിട്ടില്ല. പിന്നെ ഈ കായപ്പൊടി ഇതെല്ലാം നമുക്ക് കാനഡയ്ക്കുള്ള പാക്കിംഗ് ആണ് കേട്ടോ. വലിയൊരു പാക്കിംഗ് ആണ്. അവർ വന്നെടുക്കുന്നവരാണ്. കാരണം ഇത്രയും കൊറിയർ ചെയ്താലും ഒത്തിരി ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരെല്ലാം വന്നെടുക്കുന്നവരാണ്. അപ്പം നമ്മുടെ തവിയിലും ജോസഫ്ചാന്റേതായിട്ടുള്ള കലാവിരുതുകൾ ചെയ്യാറുണ്ട്. പലരും പറയാറുണ്ട് ഓരോ പാക്കിംഗ് ഒക്കെ അയച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ എന്റെ വെൻസിയെ എന്തോരം സമയം വേണം, ഇച്ചിരി പാക്കിംഗ് ഒന്ന് കുറച്ചുകൂടെ, നിങ്ങൾക്കും കുറച്ച്
എക്സ്പെൻസ് ഒക്കെ ഒന്ന് കുറഞ്ഞിരിക്കുമല്ലോ എന്നൊക്കെ പലരും ഉപദേശിക്കാറുണ്ട് കേട്ടോ. നമ്മളെ സ്നേഹിക്കുന്നവരാണത്. പക്ഷെ കഴിവതും നമ്മൾ പാക്കിങ്ങിന്റെ എക്സ്പെൻസ് കുറയ്ക്കാറില്ല കേട്ടോ. കാരണം എത്രയും നല്ലതായിട്ട് നിങ്ങൾക്ക് കിട്ടാമോ അത്രയും നല്ലതായിട്ട് കിട്ടാനല്ലേ നോക്കുന്നത്. കാരണം പൈസ തന്ന് മേടിക്കുന്ന സാധനങ്ങൾ നശിക്കാതെ കിട്ടണം എന്നുള്ളത് നിങ്ങൾക്കും സന്തോഷം, ഞങ്ങൾക്കും സന്തോഷം. പിന്നെ ഈ ബേക്കറി ഐറ്റംസ് അത് കൊറിയർ അയക്കാനുള്ളതല്ല കേട്ടോ. നമുക്ക് കൊട്ടാരക്കര നമ്മുടെ അടുത്ത ഏരിയയിൽ തന്നെ ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ട്. ഗൾഫിലൊക്കെ പോകുന്നവര് നല്ല ബേക്കറി ഐറ്റംസ് എടുത്തു കൊടുക്കാമോ, കിട്ടുന്നിടം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ സാധനത്തോടൊപ്പം അതും എടുക്കാറുണ്ട്. കൊറിയർ ചെയ്ത് കൊടുക്കുന്നവർക്ക് അങ്ങനെയും കൊടുക്കാറുണ്ട്. വന്നെടുക്കുന്നവർക്കും ബേക്കറി ഐറ്റംസ് വേണമെന്ന് പറയുന്നവർക്ക് കൊടുക്കാറുണ്ട്. അപ്പം ഇന്ന് ഞാനും ജോസന്റെ കൂടെ പോകുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആക്രിക്കുപ്പികളെന്നല്ല, നമ്മുടെ അച്ചാറിന്റെ എണ്ണ കുപ്പികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ആക്രിക്ക് കൊടുക്കണം. പിന്നെ നമുക്ക് ഹെൽപ്പിന് വരുന്ന ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി വിറകടുപ്പാണ് കത്തിക്കുന്നത്. ഗ്യാസ് അടുപ്പുണ്ട്, പക്ഷെ വിറകൊന്നുമില്ല, ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി എങ്കിൽ നമ്മുടെ ചമ്മന്തി പൊടിയും തേങ്ങ വറക്കുന്നതിനും ഒക്കെ ഉള്ള ചിരട്ടകളുണ്ടല്ലോ, സാധാരണ ചിരട്ടകൾ പുറത്തു കൊടുത്തപ്പോ നല്ല റേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല, ചിരട്ടയ്ക്ക് ഇപ്പം ഭയങ്കര റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ജോസനടുത്ത് പറഞ്ഞു, ജോസെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ ചിരട്ടകൾ ചേച്ചിക്ക് കൊടുക്കാം, ചേച്ചിക്ക് വിറവിന് പകരം അത് യൂസ് ചെയ്യാമല്ലോ. അപ്പൊ ചേച്ചി പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഓട്ടോ പിടിച്ച് കൊണ്ടുപോയിക്കോളാം. ഞാൻ പറഞ്ഞു, വേണ്ട ചേച്ചി, ഓട്ടോ കൂലിയും കൂടെ കൊടുക്കണ്ട, ഞങ്ങള് കൊട്ടാരക്കര എങ്ങാനും പോകുന്ന വഴി, ചേച്ചി വീടിന്റെ അടുത്തല്ല കേട്ടോ, ഇത്തിരി ദൂരെന്നാ വരുന്നത്. നമ്മൾ ഞങ്ങൾ കൊട്ടാരക്കര പോകുന്ന വഴി ചേച്ചിയുടെ വീട്ടിന്റെ അവിടോട്ട് ഇറക്കി തരാം. അങ്ങനെ ചിരട്ടകളും കുറച്ച് വിറവുകളും പറമ്പിൽ കിടന്ന് കുറച്ച് മടലുകളും എല്ലാം കൂടെ വണ്ടിക്കകത്തെടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ, ചേച്ചിക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ ഇത് ഞാൻ ആ പാക്ക് ചെയ്ത് ബേക്കറി ഐറ്റംസ് ഒക്കെ വെച്ച് ആ ദിവസത്തെ അല്ല കേട്ടോ, അത് ദിവസം കൊണ്ട് അയച്ചു. ഇത് വേറെ ദിവസത്തെയാണല്ലേ. നിങ്ങൾ വിചാരിക്കുക ബേക്കറി ഐറ്റംസിലും അല്ലെങ്കിൽ കൊറിയറിന്റെ ഒക്കെ കൂടാണോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് കൊടുക്കുന്നതെന്ന്. അതല്ല, ഇത് മാത്രമേ ഉള്ളൂ, ചിരട്ടകളും പിന്നെ കൊടുക്കാനുള്ള സാധനങ്ങളും. പോസ്റ്റ് അയക്കാനുള്ളത് രാവിലെ ദിവസം കൊണ്ടുപോയി അയച്ചായിരുന്നു. അപ്പൊ ചേച്ചിയുടെ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുവാണ് കേട്ടോ. എനിക്ക് വിറകടുപ്പ് കത്തിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, നിങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പൊ അച്ചാർ ബിസിനസ് തുടങ്ങിയതിൽ പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ വെക്കാൻ സ്ഥലമില്ല വീട്ടില്. അപ്പൊ ഈ വിറകടുപ്പിന്റെ മേളിൽ ഒരു പലകയൊക്കെ ഇട്ടിട്ട് അവിടെയാണ് ഞാൻ അച്ചാർ കുപ്പികളും ഒക്കെ പാക്കിങ്ങിന്റെ സാധനങ്ങളും ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത്. അതിൽ പിന്നെ അടുപ്പ് കത്തിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരമാവുന്നെങ്കിൽ ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ വിൽക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിയോട് ചോദിച്ചപ്പോ ഇത് കുറേ നാളത്തെ കൊണ്ട് മോളെ, ഇനിയിപ്പോ ഉടനെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2-3 ചാക്ക് ഉണ്ടായിരുന്നു. കൊട്ടാരക്കര റോഡ്, കൊട്ടാരക്കരയുള്ളവർക്ക് കൊട്ടാരക്കര റോഡ് കാണണമെന്നുണ്ടെങ്കിൽ വേണ്ടേ കൊട്ടാരക്കര റോഡ്. കൊട്ടാരക്കര ഏത് റോഡാണ് യൂസ് ചെയ്തത്? കോട്ടയം റോഡ്. എനിക്കിതിനാലൊന്നും അറിയത്തില്ല. ഇവിടുന്ന് ട്രിവാൻഡ്രം റോഡിലോട്ട് പോവുക. പുലമൺ ജംഗ്ഷൻ്റെ സിഗ്നലല്ലേ? ആന്ന്, അതെനിക്കറിയാം. കാരണം കൊട്ടാരക്കര ഒരു സിഗ്നലേ ഉള്ളൂ. വേറെ ഏതുണ്ട്? ചന്തമൊക്കെയുണ്ട്. അത് ചെറുത്. സമയം 2 മണി. എന്തോ അടുക്കള കയറുന്നോ കൈമാസി കയറുന്നോ? ഇപ്പൊ പറ, അടുക്കള ആവാൻ പോകുന്നു. അടുക്കള കയറി ഇച്ചിരി കൊണ്ട് കഴിക്കാം. ചോറോ? ജോസൻ എന്ത് വേണം? എങ്ങനെ വേണേലും ഞാൻ ജോസനെ വിട്ട് വരുന്നു. അവിടെ മീൻകറി ഇല്ലാതെ ഒരു സുഖമില്ല. എങ്കിൽ പിന്നെ മറ്റടുത്ത് പോവാം. കൈമാസിപ്പാ അടുക്കളയായി. ബിരിയാണി കൈമാസാണല്ലോ. ഇച്ചിരി വണ്ടിയുടെ സ്ഥലമില്ല. എവിടെ? ഇവിടെ ഇല്ല, കൈമാസികളുണ്ട്. കൈമാസം നിറഞ്ഞു കിടക്കുവോ? കൈമാസം ഇവിടെ ഇറങ്ങാൻ ഇറങ്ങാം. ഒരു മിനിറ്റ് ഇച്ചിരി കൂടെ ഒതുക്കി തരാം. നമുക്ക് അങ്ങോട്ട് പോകാൻ ഇവിടെ നിർത്തിയാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നിങ്ങൾക്കറിയാലോ, ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാറില്ല. എവിടെയെങ്കിലും കയറിയാൽ നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടി പറയാറുണ്ട്. ഇവിടെ നിന്നുള്ള വേറെയും വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ സ്ഥിരം അതായത് ഇവിടെ നമ്മുടെ സാധാ ഊണില്ല, ബിരിയാണി, അൽഫാം, മന്തി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ടാണ് വരാറുള്ളത് കേട്ടോ. നല്ല ആംബിയൻസ് ആണ്,
നല്ല സർവീസാണ്, നല്ല ഫുഡാണ്. പല പ്രാവശ്യം ഞങ്ങൾ പലതും ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വന്ന് ഓർഡർ കൊടുത്താൽ ഉടനെ കിട്ടില്ല, ലൈവായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടേ ഇവർ ചെയ്യാറുള്ളൂ. അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഭയങ്കര വിശപ്പായിട്ട് വരുവാണെങ്കിൽ സ്റ്റാർട്ടറായിട്ട് എന്തെങ്കിലും സൂപ്പോ അങ്ങനെ എന്തെങ്കിലും മേടിച്ച് കുടിച്ചോണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഇരുന്ന് പോസ്റ്റ് ആവും. നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്ന സംഭവമാണ് കേട്ടോ. കൊട്ടാരക്കരയിൽ നിന്ന് ട്രിവാൻഡ്രം പോകുന്ന റൂട്ട് ടി ഹോം അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇടത്താണ് അടുക്കളയെന്ന് പറയുന്നത്. അടുക്കളയെന്ന് പറയുന്നത് അവിടെ ചിക്കൻ ബിരിയാണിയും കിട്ടാറുണ്ട്, ഊണും കിട്ടാറുണ്ട്. ഇത് അവിടുന്ന് ഇച്ചിരൂടെ മുമ്പോട്ട് പോകും വലത്ത് സൈഡില് കൈമാസ് ബിരിയാണി എന്നുള്ളത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് നൂഡിൽസ് കഴിച്ചിട്ടുണ്ട്, ഫ്രൈ റൈസ്, ഇടയ്ക്കൊക്കെ പൊറോട്ട കഴിക്കാറുണ്ട്, ചപ്പാത്തി, പിന്നെ മന്തി കഴിച്ചിട്ടുണ്ട്, അൽഫാം കഴിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇടയ്ക്കൊക്കെ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. ചിലപ്പം രാത്രിയിൽ നിൽക്കുന്ന നിപ്പിലായിരിക്കും തോന്നുന്നതെങ്കിൽ നമുക്ക് ഒന്ന് പുറത്ത് പോയിട്ട് വരാൻ. രാത്രി 11 മണി വരെ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഇല്ല. അപ്പോ ഇവിടെ സാധനങ്ങൾ മേടിക്കാൻ വരുന്നവരും ദൂരെ നിന്നൊക്കെ വരുന്നവര് നല്ല ഫുഡ് കിട്ടുന്നിട ഏതാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇതാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. അടുക്കള പറഞ്ഞു കൊടുക്കാറുണ്ട്, കൈമാസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇവിടൊക്കെയാണ് നല്ല സർവീസാണ്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ, കൊട്ടാരക്കലിലെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ അതിനുശേഷം ഒരു ജ്യൂസ് ഓർഡർ ചെയ്ത് എന്റെ കൂടെ കഴിക്കാനിരിക്കുമ്പോൾ ജോസേൻ എപ്പോഴും പറയും, നിന്നെയും കൊണ്ടൊരു കല്യാണത്തിനൊക്കെ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നീ എന്ത് സ്ലോ ആയിട്ടാ കഴിക്കുന്നത്. ഞാൻ ആസ്വദിച്ച് പെതുക്കിയേ കഴിക്കത്തുള്ളൂ, ഞാൻ കഴിച്ച് തീർന്നു പോലും ഇല്ല. അതിന് മുമ്പ് ജോസേൻ കഴിച്ചു, കൈ കഴുകി ജ്യൂസും കുടിച്ചു. ജോസേൻ പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു, ഞാൻ ഗ്രേപ്പിന്റെ ആണ് ഓർഡർ ചെയ്തത്. എക്സ്ട്രാ മധുരം ഇടിപ്പിച്ചില്ല കേട്ടോ, ഫ്രഷ് ആയിട്ട് തന്നെ തരാനാണ് പറഞ്ഞത്. പക്ഷേ കുടിച്ചപ്പോഴാണ് അത്യാവശ്യം നല്ല പുളിയുണ്ട്. ഞാനത് മൊത്തം കുടിച്ചില്ല കേട്ടോ. കാരണം എങ്ങനെ നീ ഓർഡർ ചെയ്തും പോയി, കുടിക്കാമോ അതും വയ്യ, കുടിക്കാതിരിക്കാമോ അതും വയ്യ, അങ്ങനത്തെ ഒരവസ്ഥയായി പോയി. എന്തായാലും ഇത്തിരി കുടിച്ചിട്ട് ബാക്കി ഞാന് സന്തോഷപൂർവ്വം ജോസ്ചാന് ഡെഡിക്കേറ്റ് ചെയ്തത് കേട്ടോ. ബാക്കി ജോസ്ചാനാണ് കുടിച്ചത്. പിന്നെ വിചാരിച്ചു ഇത്തിരി പഞ്ചസാര ഇടിപ്പിക്കേണ്ടതായിരുന്നെന്ന്. പിന്നെ പഞ്ചസാര വേണ്ട, ഹെൽത്തിന് നല്ലതല്ലല്ലോ. അതുകൊണ്ട് ഓൾറെഡി ഓയിലായിട്ടുള്ള ബിരിയാണിയാണ് കഴിച്ചത്. ഇവിടുത്തെ ബിരിയാണി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ പലയിടത്തുനിന്നും ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുമില്ല, അതും വേറെ കാര്യം. എന്റെ പൊതുവേ ഒരു ഇഷ്ടം പറഞ്ഞതാണ് കേട്ടോ. ഞങ്ങൾ ഇവിടാണ് മിക്കപ്പോഴും കയറുന്നത്. പിന്നെ പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞിറങ്ങി അത് കഴിഞ്ഞ ശേഷം വീണ്ടും വേറെ ഒന്ന് രണ്ട് സ്ഥലത്തൂടെ പോകണമായിരുന്നു. രാവിലെ ഇറങ്ങിയപ്പോ തൊട്ട് പല കാര്യങ്ങളായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അതുപോലെ നമുക്ക് കൊറിയർ വന്നത്, അതായത് നമ്മുടെ ശർക്കര പൊടി, പാൻ ഷുഗർ, കൂവപ്പൊടി ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കൊറിയർ, അത് എടുക്കണമായിരുന്നു. അതിനുശേഷം ഈ ഷോപ്പിൽ ഒന്ന് കയറിയേ. കാരണം നമ്മുടെ കിച്ചൺ റാക്ക് ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ്. ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അച്ചാറുകൾ വെക്കാൻ ഇപ്പൊ സൗകര്യം തീരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് ഫില്ല് ചെയ്ത് ഞാൻ വെക്കാറില്ല. ഞാൻ പറയാറില്ല എപ്പോഴും, പുറത്തു നിന്നൊക്കെ ആളുകൾ ഡയറക്റ്റ് ലൊക്കേഷൻ ഇട്ട് തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയുന്നതാണ്, അങ്ങനെ വന്നാൽ ഒത്തിരി സമയം പോകും. നേരത്തെ എനിക്കൊന്ന് ഓർഡർ തന്നാല് ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചേക്കാം. എപ്പോഴും ഇവിടെ കാണത്തുമില്ല. പുറത്തോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഞാൻ ലൊക്കേഷൻ ഇട്ട് കൊടുക്കാറില്ല. എന്നാ വരുന്നേന്ന് പറഞ്ഞാല് അന്നാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം പലരും നമ്മൾ ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ ഇല്ലാത്ത സമയമൊക്കെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്, ആളില്ലല്ലോ എന്ന് വിളിച്ച് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഉള്ള സമയത്ത് ഡിസൈഡ് ചെയ്തിട്ട് 2 ദിവസം മുമ്പേ ഇന്ന ദിവസം വരുമെന്ന് പറയുന്നവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കും. നമ്മൾ പാക്കിങ് ചെയ്ത് വെച്ചേക്കും. അപ്പൊ ഇങ്ങനെ ഒരു റാക്കൊക്കെ ഉണ്ടെങ്കിൽ ബോട്ടിലൊക്കെ നിറച്ച് വെക്കാനും സൗകര്യമുണ്ട്. വീട്ടിൽ ഒട്ടും സൗകര്യമില്ല ഇപ്പോ. എവിടെ നോക്കിയാലും അച്ചാർ കുപ്പികളും അതിന്റെ മെറ്റീരിയൽസും അച്ചാർ നിറച്ചു വെച്ച ജാറുകളും ഒക്കെയാണ്. എന്നാൽ എന്തോരം നമ്മള് സ്റ്റോറേജ് ഫെസിലിറ്റി നമ്മുടെ വീടിന് കൊടുത്തു, എന്നിട്ടും അത് തികയുന്നില്ല. ഇപ്പോ ഇപ്പൊ ഒരു ആഗ്രഹമുണ്ട്, സെപ്പറേറ്റ് ഒരു ഷെഡ് ചെയ്യണോ വേണ്ട, ഡബിൾ മൈൻഡിൽ നിൽക്കുവാണ് കേട്ടോ. ചെയ്താൽ മുതലാകുമോ ഇല്ലയോ, എങ്ങനെ വേണം വേണ്ട, എന്തായാലും ഒരു റാക്കൊക്കെ നോക്കാമെന്ന് വെച്ചു. ഇത് നിങ്ങൾ പുതിയതായിട്ട് വീട് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെയുള്ള ഷോപ്പ് ഉണ്ടെങ്കിലേ ഒന്ന് പോയി നോക്കണം കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു അത്യാവശ്യം പൈസ ചെലവാക്കിയാണല്ലോ കിച്ചൺ ക്യാബിനറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നവര് ഇതൊന്ന് നോക്കിയിട്ട് ഇത് മുതലാകുന്നു എങ്കിൽ, ഇതാണ് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മേടിച്ച് വെച്ചാലും മതിയായിരിക്കും കേട്ടോ. റേറ്റ് ഉണ്ട്, റേറ്റ് ഇല്ലെന്നല്ല, അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഈ ഷോപ്പ് എന്ന് പറയുന്ന വീടുകളിലേക്കുള്ള റാക്കുകൾ, അതുപോലെ ഷോപ്പിലേക്കുള്ളത്, സൂപ്പർ മാർക്കറ്റിലേക്കുള്ള സാധനങ്ങൾ, ഇതെല്ലാം മൊത്തത്തിൽ എടുത്ത് ചെയ്തു തരുന്ന ടീംസ് ആണ് കേട്ടോ.
പോയി നോക്കി. അപ്പൊ ഒന്ന് രണ്ടെണ്ണം കണ്ടിട്ട് ഞാൻ ജോസാനടുത്ത് പറയായിരുന്നു, ഇത് നേരത്തെ അറിയായിരുന്നുണ്ടെങ്കിൽ ഇത്രയും നല്ല ഇതായി പൈസ ലക്ഷങ്ങൾ മുടക്കിയാണല്ലോ നമ്മൾ കിച്ചൺ ക്യാബിനറ്റ് ചെയ്തത്. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ജോസിച്ച. കാരണം അത്യാവശ്യം ഇത് രണ്ടു മൂന്നെണ്ണം മേടിച്ച് വെച്ചാല് അത് മതിയായിരുന്നു. പക്ഷെ അങ്ങനെ സ്ഥലമുള്ള കിച്ചണിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് തറയണേ ഇങ്ങനെ സ്റ്റാൻഡിങ്ങിൽ വെക്കുന്നതാണ്, ഭിത്തിയിൽ ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ നിങ്ങൾ പുതിയതായിട്ട് കട ചെയ്യുന്നവരോ വീട് ചെയ്യുന്നവരോ ഒക്കെ ഇന്റീരിയർ ചെയ്യിപ്പിക്കുന്നതിനും അലുമിനിയം ഫാബ്രിക്കേഷന്റെ ചെയ്യിപ്പിക്കുന്നതിന് മുമ്പും ഒക്കെ ഇതൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ഞാൻ ചിന്തിക്കരുത് നമ്മുടെ കടയ്ക്ക് ചെയ്യിപ്പിച്ചതാണ് നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻകാരെ വിളിച്ചിട്ട് ചെയ്യിപ്പിച്ചതാണ്. പക്ഷെ അത് വേണ്ടായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി. ഇങ്ങനെയുള്ള ഷെൽഫൊക്കെ വളരെ വില കുറവാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഇത് റേറ്റ് കുറവാണ്. ഇങ്ങനെയൊക്കെയുള്ളത് മേടിച്ച് വെച്ചാലും മതിയായിരുന്നു, അതിന്റെ ആവശ്യമൊക്കെ ഉള്ളായിരുന്നു. എന്തായാലും അതൊക്കെ ഒന്ന് പോയി കണ്ടു. കാണുമ്പോഴാണല്ലോ നമുക്ക് പല ഐഡിയകളും കിട്ടുന്നത്. ഒന്നും മേടിച്ചില്ല, പോയി ഒന്ന് കണ്ടു, കുറെ സമയം അങ്ങനെ പോയി. അപ്പോ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഒരു ദിവസത്തെ അല്ല, പല ദിവസത്തെ ചെയ്യുന്നത്. പലരും എനിക്ക് മെസ്സേജ് ഇട്ട് ചെയ്യാറുണ്ട്, മീൻസ് ഒരു ദിവസത്തെ ഒന്നും വേണ്ട, കുറച്ച് വീഡിയോ എങ്കിലും കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊന്ന് അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ആഴ്ച ഒരു വീഡിയോ എങ്കിലും ഇടാൻ ശ്രമിക്കൂ എന്നൊക്കെ എന്നെ സ്നേഹപൂർവ്വം ഉപദേശിക്കുന്നവരുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടിന്. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ വരാമെന്ന പ്രതീക്ഷയോടെ ബൈ, ഗോഡ് ബ്ലസ് യു.